ഹായ് ഫ്രണ്ട്സ്, ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രണ്ട് പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഫൈൻഡ് ദ ടോട്ടൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഡി സെറ്റ്. സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി സെറ്റ് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഫംഗ്ഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ഇൻറ്റു ഇ റൈസ് ടു 3y. അപ്പോൾ ഇതിൽ ഡി സെറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, അതിൻ്റെ ഫോർമുല അറിയാം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. അപ്പം ഇനി നമ്മൾ ആദ്യം ഡോ സെറ്റ് ബൈ ഡോ എക്സ് കണ്ടെത്തണം. അതായത് സെറ്റ് എന്നുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ ഇ റൈസ് ടു 3y കോൺസ്റ്റൻ്റ് ആണ്, അത് അതുപോലെ തന്നെ എഴുതി. നെക്സ്റ്റ് ഡോ സെറ്റ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് സെറ്റ്, സെറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എക്സ് റൈസ് ടു 4 കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എഴുതി. ഇ റൈസ് ടു 3yയുടെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 3 ഇൻറ്റു ഇ റൈസ് ടു 3y എന്നാണ്. 3നെ ഫ്രണ്ടിലേക്ക് മാറ്റി എഴുതി 3 എക്സ് റൈസ് ടു 4 ഇ റൈസ് ടു 3y. അതായത് ടോട്ടൽ ഡെറിവേറ്റീവ് ഡി സെറ്റ് ഈക്വൽ ടു 4x³ ഇ റൈസ് ടു 3y ഡി എക്സ് പ്ലസ് 3x റൈസ് ടു 4 ഇ റൈസ് ടു 3y ഡി വൈ. അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 3y². ഇതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യുമ്പോൾ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു വൈ 3y²ൻ്റെ 0, അതായത് വൈ എന്ന ആൻസർ ഈക്വൽ ടു വൈ. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അതായത് എഫിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് വൈ പ്ലസ് 3y² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ വെച്ച് ചെയ്യുമ്പോൾ വൈയുടെ 1 ആണ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ് അവിടെ ഉണ്ട്, പ്ലസ് 3y²ൻ്റെ 3 ഇൻറ്റു 2y, അതായത് എക്സ് പ്ലസ് 6y എന്ന ആൻസർ. അപ്പോൾ ഡി എഫ് അതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു കണ്ടെത്തിയ രണ്ട് ആൻസറുകളും എടുത്തെഴുതാം. വൈ ഡി എക്സ് പ്ലസ് എക്സ് പ്ലസ് 6y ഡി വൈ.